ഗോവിന്ദനാണ് വിവിധ വിഷയങ്ങൾ പ്രതികരിച്ച് പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള സമീപനം അത് വ്യക്തമാക്കുകയായിരുന്നു. നേരത്തെ ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കാര്യമുണ്ടായിരുന്നത് കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്നുള്ളതായിരുന്നു. നമുക്ക് ഇതിന്റെ വിവരങ്ങൾ ഡാനി പോൾ നൽകും. ഡാനി, ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടറി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ അതിൽ പ്രധാനമായും പറഞ്ഞത് ഇതിൽ രാജിവെക്കണം എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് അത് കോൺഗ്രസ് പാർട്ടിയാണെന്നാണ്. പക്ഷേ പിന്നീട് LDFന്റെ വാർത്താക്കുറിപ്പെത്തി അതിൽ വളരെ നിശ്ചിതമായിട്ടുള്ള വിമർശനം ഉയരുന്നു. നിശ്ചിതമായി തന്നെ കണിശമായി തന്നെ കാര്യങ്ങൾ പറയുന്നു, രാഹുൽ രാജിവെക്കണം എന്നുള്ളത്. അപ്പോൾ CPMന്റെ നിലപാടും LDF നിലപാടും രണ്ടാണോ എന്നുള്ള ഒരു സംശയം അപ്പോഴേ ഉയർന്നിരുന്നു. ഇപ്പോഴും അദ്ദേഹം ആവർത്തിക്കുകയാണ്. എന്താണ് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞത് അദ്ദേഹം? എൽദോ അദ്ദേഹം MV ഗോവിന്ദൻ വളരെ കൃത്യമായിട്ട് അദ്ദേഹം അത് പറയുന്നുണ്ട്. ഇന്നലെ വന്ന ആ ഒരു സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. ഇപ്പോൾ അത് കുറെ കൂടി അത് വലിയ തെളിവുകളിലേക്കും കാര്യങ്ങളിലേക്കും എല്ലാം തന്നെ മാറിയിരിക്കുന്നു. അതുകൊണ്ട് കൃത്യമായ രീതിയിൽ തന്നെ അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്, ഈ സ്ഥാനം രാജിവെച്ച് മതിയാവുമോ, ആ MLA സ്ഥാനത്ത് തുടരാൻ കഴിയുന്ന രീതിയിലല്ല. വലിയ രീതിയിലുള്ളൊരു പരാതികൾ പലയിടങ്ങളിൽ നിന്നായിട്ട് തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. ഇന്നലെ പറഞ്ഞതിൽ നിന്ന് സാഹചര്യങ്ങൾ ഇപ്പോഴൊക്കെ മാറിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് ഈ സ്ഥാനത്ത് തുടരാൻ അർഹനല്ല അദ്ദേഹം, രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുകൊണ്ട് രാജിവെക്കണമെന്ന് തന്നെയാണ് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഉയരുന്ന ചോദ്യമുണ്ട്, ഇതേ ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ ഇതെല്ലാം തന്നെ ഇടതുപക്ഷ MLA-മാർക്കെതിരെ, CPM MLA-മാർക്കെതിരെ ഉയർന്നിട്ടുണ്ടല്ലോ എന്ന സ്വാഭാവിക ചോദ്യം വരുമ്പോൾ അതിനെ മറുപടിയായി അദ്ദേഹം പറയുന്നത് അതെല്ലാം ആരോപണങ്ങൾ മാത്രമായിരുന്നു. ഇത്രമേൽ ശക്തമത്തായ ഒരു തെളിവുമായിട്ട് ആരും തന്നെയും, ഒരു പെൺകുട്ടിയും തന്നെ, ഒരു യുവതിയും തന്നെയും മുന്നോട്ട് വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു സാഹചര്യവുമായി ഇതിനെ കൂട്ടിക്കലർത്തേണ്ടതില്ല എന്നാണ് MV ഗോവിന്ദൻ CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യം വന്നിരിക്കുന്നത് വലിയ തെളിവുകളോടുകൂടിയാണ്. അതുകൊണ്ട് പെൺകുട്ടികൾ കൂടുതൽ പേര് മുന്നോട്ട് വരുന്നു, ശബ്ദ സന്ദേശങ്ങളടക്കമുള്ള കാര്യങ്ങൾ വരുന്നു. അതുകൊണ്ട് ഇക്കാര്യത്തിൽ കൃത്യമായ രീതിയിലുള്ള നടപടികളും ഇടപെടലുകളും എല്ലാം തന്നെ വേണ്ടതുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം ഒഴിയേണ്ടത് തന്നെയാണ് എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി പറയുകയും ചെയ്യുന്നത്. ഇതിൽ കൃത്യമായ രീതിയിൽ ഉത്തരം പറയേണ്ട മറ്റൊരാൾ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. കാരണം ഈ പെൺകുട്ടി തന്നെ പറയുന്നു, നാളുകൾക്ക് മുൻപ് തന്നെ ഇക്കാര്യം താൻ പറഞ്ഞിട്ടുള്ളതാണ്. വളരെ താൻ ഒരു പിതാവിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളോട് തന്നെ ഇത് കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ട് ആ പരാതിയിലടക്കം പിന്നീട് നടപടിയുണ്ടായിരുന്നില്ല? ഇത്രത്തോളം മോശക്കാരനാണ് എന്ന് നേതൃത്വത്തിന് തന്നെ ബോധ്യപ്പെട്ട ഒരാളെയാണ് പിന്നീട് അവർ പാലക്കാട്ടേക്ക് മത്സരത്തിന് അയക്കുന്നത്. അവിടെ നിന്ന് കൂടുതൽ സ്ഥാനമാനങ്ങൾ നൽകി അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്യുന്ന ഒരു സവിശേഷ സാഹചര്യത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ഈ രീതിയിലുള്ളൊരു സ്വഭാവ ദൂഷ്യമുള്ള ഒരാളെ ഇവർക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. നേതൃത്വം അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇയാളെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നേതൃത്വവും ഒരുപോലെ തന്നെ കുറ്റക്കാരാണ്. കൃത്യമായ രീതിയിലുള്ള മറുപടി പറയേണ്ടതുണ്ട്. ഒപ്പം തന്നെയും ഷാഫി പറമ്പിൽ MP ഇദ്ദേഹത്തെക്കുറിച്ച് വളരെ കൃത്യമായി അറിയാം. ഇദ്ദേഹമാണ് ഈ MLA സ്ഥാനം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുവരികയും കൈപിടിച്ചുയർത്തുകയും ചെയ്തത്. അദ്ദേഹം എവിടെയാണ് ഇത് സംബന്ധിയായ കാര്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട ഒരാളാണ്. അങ്ങനെ കോൺഗ്രസിന്റെ നേതൃത്വങ്ങൾ ഇക്കാര്യങ്ങളിൽ നിന്ന് അകലം പാലിക്കുന്നു, മൌനം പാലിക്കുന്നു എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. VK ശ്രീകണ്ഠൻ MPയും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച്, ഈ പെൺകുട്ടിയെക്കുറിച്ച്, പരാതി ഉന്നയിച്ച പെൺകുട്ടിയെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ, സഭ്യമല്ലാത്ത രീതിയിലെല്ലാം തന്നെ ഇന്ന് കാര്യങ്ങൾ ആദ്യം പറഞ്ഞു, പിന്നീട് അത് പിൻവലിക്കേണ്ടി വന്നു. അപ്പോൾ ഈ രീതിയിലാണ് ഇവർ ചിന്തിക്കുന്നത്. പലപ്പോഴും ഇരകളെ അപമാനിക്കുക എന്ന രീതിയിൽ തന്നെ, പരാതി പറയുന്നവരെ അപമാനിക്കുക എന്ന രീതിയിലാണ് സൈബർ ഇടങ്ങളിലും മറ്റും ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. അവർക്കെല്ലാം തന്നെ ഇതിൽ നിന്ന് പിൻവാങ്ങേണ്ടി വരും എന്ന് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം, ഈ MLA സ്ഥാനം രാജിവെക്കണം എന്നൊരാവശ്യം തന്നെയാണ് ഇപ്പോൾ MV ഗോവിന്ദൻ മുന്നോട്ട് വയ്ക്കുന്നത്. എൽദോ, ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ഡാനിയാണ് ഇപ്പോൾ പ്രതികരണങ്ങൾ തേടിയത് MV ഗോവിന്ദന്. നമ്മളിനി ഡാൻ കുര്യനിലേക്ക് കൂടി പോവുകയാണ്. ഡാൻ, ഈ കൂടുതൽ പരാതികൾ, കൂടുതൽ ആരോപണങ്ങൾക്ക് ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നുള്ള ആശങ്ക കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടല്ലോ. അപ്പോഴാണ് MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യവും ശക്തമാവുന്നത്. പക്ഷേ രാജി തൽക്കാലം വേണ്ട എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണോ കോൺഗ്രസ് നേതൃത്വം? അത്തരമൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വത്തിൽ ഒരു വിഭാഗം എത്താനിടയായ സാഹചര്യം സമാനമായ ആക്ഷേപം നേരിട്ട പല MLA-മാരും ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും നിലവിലുണ്ട്. പക്ഷേ അവർക്ക് ആർക്കുമെതിരെ രാജിവെച്ച് MLA സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഒഴിയുക എന്ന ഒരു കടുത്ത നിലപാട് ഒരു പാർട്ടികളും സ്വീകരിച്ചിട്ടില്ല.
അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് തിടുക്കത്തിൽ പോകേണ്ടതില്ല. അതിന് പകരം പാർട്ടിയിൽ ഒരു ആഭ്യന്തര സമിതിയെ രൂപീകരിച്ച് ആ ആഭ്യന്തര സമിതി നടത്തുന്ന സമഗ്രമായ അന്വേഷണത്തിൽ ആരോപണ വിധേയന്റെ വിശദീകരണം കൂടെ തേടി അതുകൂടി പരിഗണിച്ച് സമഗ്രമായ ഒരു റിപ്പോർട്ട് KPC നേതൃത്വത്തിന് കൈമാറിയ ശേഷം നേതൃത്വം അത് ദേശീയ നേതൃത്വത്തിന് ഹൈക്കമാൻഡിന് കൈമാറുകയും ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിന് ഈ കാര്യം വിടുകയും ചെയ്യുക എന്നൊരു തീരുമാനത്തിലേക്കാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം എത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരു സമിതിയെ രൂപീകരിക്കുന്നതിന്റെ ഒരു അന്തിമ ചിത്രം വൈകാതെ തന്നെ ലഭിക്കും. മുതിർന്ന നേതാക്കൾ തമ്മിൽ ഇക്കാര്യത്തിൽ ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് വിവരം. പക്ഷേ ഒരു വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം തന്നെ അടിയന്തരമായി രാജിവെക്കണമെന്ന നിലപാടിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഉറച്ചു നിൽക്കുകയാണ്. അദ്ദേഹം ഹൈക്കമാൻഡ് നേതൃത്വത്തെ അടക്കം ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇനിയും ചില പരാതികൾ കൂടി വരാനിടയുണ്ട് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് അത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുമെന്ന് മനസ്സിലാക്കിയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അങ്ങനെ ഒരു കടുത്ത നിലപാട് അദ്ദേഹം ദേശീയ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും കോൺഗ്രസിനുള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നില കൂടുതൽ പരിങ്ങലിലാകുന്ന തരത്തിലേക്ക് നിലവിലെ വിവാദങ്ങൾ എത്തി നിൽക്കുന്നു എന്നതാണ് ഇന്നത്തെ സാഹചര്യം. ഡാനി, മാത്രമല്ല മറ്റ് ചിലയിടങ്ങളിലൊക്കെ വേറെയും പെൺകുട്ടികൾ പരാതിയുമായി പരസ്യമായി രംഗത്തെത്തുന്ന സാഹചര്യത്തിലൊക്കെ കാര്യങ്ങൾ പോകുന്നു എന്ന് തോന്നുന്നു. കൂടുതൽ പരാതികൾ വരുന്നു, കൂടുതൽ പേർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ ഒരു അവസരം കിട്ടിയ ഒരു സാഹചര്യത്തിൽ തുറന്നു പറയാമെന്നുള്ള ഒരു രീതിയിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു ഭയപ്പാട് കോൺഗ്രസ് നേതൃത്വത്തിനില്ലേ? അതായത് റിനി എന്നെ തുടക്കമിട്ടിരിക്കുന്ന ആരോപണങ്ങൾ ഇത്തരത്തിൽ ദുരനുഭവം നേരിട്ട മുഴുവൻ സ്ത്രീകളും യുവതികളും ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് സമീപകാലത്തൊന്നും ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ ഇത്രയധികം സ്ത്രീകൾ ഒരുമിച്ച് ഒരു കടന്നാക്രമണവുമായി കടന്നുവരുന്ന സാഹചര്യം ആരും കണ്ടിട്ടില്ല. ഗുരുതരമായ ആരോപണങ്ങൾ. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, ഇവരാരും പോലീസിന്റെ രേഖാമൂലം ഒരു പരാതി നൽകിയിട്ടില്ല. പകരം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുമ്പിലും പരസ്യമായി തന്നെ പ്രതികരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അതാണ് പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയത്. കാരണം ഇത് കേസോ മറ്റെന്തെങ്കിലും നടപടികളായിരുന്നെങ്കിൽ അതിനെ നിയമപരമായി മാത്രം നേരിട്ടാൽ മതിയായിരുന്നു. പക്ഷെ നിലവിൽ ഇപ്പോൾ ഉയരുന്ന ആരോപണങ്ങൾക്ക് രാഷ്ട്രീയമായി കൂടി മറുപടി നൽകേണ്ട ഒരു സാഹചര്യത്തിലേക്ക്, അനിവാര്യത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നു എന്നതാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം. അതാണ് നേതൃത്വത്തിന് മുമ്പിൽ ഈ വിഷയം കൂടുതൽ ഒരു തലവേദനയായി മാറുന്ന സാഹചര്യം. എന്തായാലും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അടക്കം വളരെ കരുതലോടെയാണ് വിഷയത്തിൽ പ്രതികരണങ്ങൾ നടത്തുന്നത്. കാരണം വാവിട്ട ഒരു വാക്ക് അതിന്റെ പ്രത്യാഘാതം എത്രത്തോളമാണ് എന്ന് VK ശ്രീകണ്ഠൻ നടത്തിയ പരാമർശത്തിന് പിന്നാലെ ഉണ്ടായ വിമർശനങ്ങളിലൂടെ നേതൃത്വം മുഴുവൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു പരാമർശം ഒരു നേതാവിന്റെയും ഭാഗത്തു നിന്നുണ്ടാകാതിരിക്കാൻ കൃത്യമായ ജാഗ്രത പുലർത്തിയാണ് ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ പ്രതികരണങ്ങളുമായി രംഗത്തെത്തുന്നത്. എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ പുതിയ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിലവിലെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു വനിതയെ തന്നെ പരിഗണിക്കണമെന്ന ആവശ്യവുമായി ഒരു വിഭാഗം രംഗത്തെത്തിയിട്ടുണ്ട്. ദേശീയ നേതൃത്വത്തിന്റെ പരിഗണനയിൽ ഡോക്ടർ സോയ ജോസഫിന്റെയും അരിത ബാബുവിന്റെയും പേരുകൾ ഉൾപ്പെടെ ഉണ്ട് ഈ ചർച്ചകളിൽ എന്ന സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നു. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. എന്നാലും ഒരുപാട് സങ്കീർണമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് കാര്യങ്ങൾ. MLA സ്ഥാനം രാജിവെക്കണം എന്നുള്ള പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി തുടരുന്നു. അവിടെ പലയിടങ്ങളിലും പ്രതിഷേധം ഇപ്പോഴും നടക്കുന്നുണ്ട്. CPM-ഉം BJP-യും പ്രത്യക്ഷത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നു. രാജി ആവശ്യപ്പെടുന്നു. LDF രാജി ആവശ്യപ്പെട്ടു. പക്ഷേ അത്തരത്തിലൊരു നീക്കം തൽക്കാലം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനൊരു നീക്കം വേണ്ട എന്നുള്ള നിലപാടാണ്. കാരണം അതുപോലുള്ള സമാന ആരോപണം മറ്റ് പാർട്ടിക്കാർക്കുണ്ടായപ്പോൾ അത് സംഭവിച്ചില്ലല്ലോ എന്നുള്ളതാണ് അതിന്റെ ന്യായീകരണം. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ഞാൻ CV അനുമോദിലേക്ക് പോകേണ്ടതുണ്ട്. CV അനുമോദ് പാലക്കാടുണ്ട്. അനുമോദ്, ഈ ആരോപണങ്ങൾ വന്നു, പിന്നാലെ അടൂരിലെ വീട്ടിൽ അടച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇന്ന് 1-2 പരിപാടികൾ ഉണ്ടായിരുന്നു പാലക്കാടാണെങ്കിൽ വലിയ പ്രതിഷേധം. മണ്ഡലത്തിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്നാണ് അവിടെ BJP-യുടെ ഒക്കെ നിലപാട്. എന്താണ് പാലക്കാട് നിന്ന് കണ്ടതും കേട്ടതും? എൽദോ, പാലക്കാട് ഇന്ന് ഔദ്യോഗികമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് പരിപാടികൾ ഉണ്ടായിരുന്നു. ബസ് ടെർമിനലിന്റെ ഉദ്ഘാടനം ഇന്ന് നിശ്ചയിച്ചിരുന്നു. അതിൽ അദ്ദേഹം പങ്കെടുക്കേണ്ടതായിരുന്നു. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന് വരാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല എന്നുള്ളതാണ് ഒരു വസ്തുത. രാഹുൽ മാങ്കൂട്ടത്തിന് കാലുകുത്തരുത് എന്ന് ഇന്നലെ തന്നെ BJP അതേപോലെ DYFI ഇവരൊക്കെ ഒരുപോലെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. കാരണം ഏത് നിലയിലേക്കും സാഹചര്യങ്ങൾ മാറും എന്നാണ് അവർക്ക് തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നത്.
ഇതുപോലെ രാവിലെ മുതൽ നമ്മളിവിടെ ഉണ്ട്. പലതരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടക്കുന്നത്. പ്രധാനമായിട്ടും വിക്ടോറിയ കോളേജിന് മുമ്പിൽ BJPയുടെ പ്രതിഷേധം നടക്കുന്നത്. ക്യാൻവാസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അപമാനിച്ചുകൊണ്ടും അല്ലെങ്കിൽ പരിഹസിച്ചും കൊണ്ടുള്ള പോസ്റ്ററുകളും അതേപോലെ അദ്ദേഹത്തിനെതിരായുള്ള പരാതികളും എഴുതിക്കൊണ്ടായിരുന്നു BJPയുടെ പ്രതിഷേധമുണ്ടായിരുന്നത്. അതേസമയം തന്നെ അല്പസമയം മുൻപ് AYFന്റെ പ്രതിഷേധം അദ്ദേഹത്തിൻ്റെ MLA ഓഫീസിലേക്ക് നടന്നു. രാഹുൽ മാങ്കൂട്ടൻ MLA സ്ഥാനം രാജിവെക്കണം എന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. അതുപോലെ തന്നെ ഇന്ന് മറ്റൊരു വിഷയത്തിലാണെങ്കിലും CPMന്റെ പ്രതിഷേധത്തിൽ ഉയർന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വിമർശനങ്ങൾ തന്നെയാണ്. ഈ നേരത്തെ CPMന്റെ ജില്ലാ സെക്രട്ടറി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കണക്കിന് പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന രീതിയിലായിരുന്നു അദ്ദേഹം പ്രസംഗിച്ചിരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനും ഷാഫി പറമ്പലിനെയും ഒരുപോലെ തന്നെ വിമർശിച്ചുകൊണ്ടായിരുന്നു അവരുടെ പ്രസംഗം. ഇന്നിപ്പോൾ വൈകുന്നേരം 5 മണിക്ക് SFI രാഹുൽ മാങ്കൂട്ടൽ ഓഫീസിലേക്ക് MLA ഓഫീസിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്തരത്തിൽ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രതിഷേധം ഒറ്റയ്ക്കും അല്ലാതെയും ഒക്കെ പലതരത്തിലായിട്ട് ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുകയാണ്. സാഹചര്യങ്ങൾ കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് പോകുന്ന അവസ്ഥയാണുള്ളത്. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞ VK ശ്രീകണ്ഠനും അബദ്ധം പിണഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ വെള്ളപൂശാൻ ശ്രമിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് അതിന് ഈ മുഴുവനായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പം നിൽക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ പാർട്ടി പറഞ്ഞതുകൊണ്ട് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു. പക്ഷേ MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല. അതിന് മുൻ മാതൃകകളായിട്ട് ഇടതുപക്ഷത്തിൻ്റെ MLA ആയിരിക്കുന്ന പലർക്കുമെതിരെ ഇത്തരത്തിൽ ആരോപണം വന്നപ്പോൾ അവരൊന്നും രാജിവെച്ചിട്ടുള്ള ന്യായീകരണം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പരാതി കൊടുത്തവരെ മോശമാക്കി പറയുന്ന തരത്തിലുള്ള വാക്കുകളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം 1 മണിക്കൂറിന് ശേഷം അത് തിരുത്തി പറയുകയും ചെയ്തു. അപ്പോഴും പഴി മാധ്യമങ്ങൾക്കാണ്. മാധ്യമങ്ങൾ പറഞ്ഞത് ഞാൻ പറഞ്ഞപ്പോൾ അത് അത്തരത്തിൽ വ്യാഖ്യാനിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുള്ളൊരു ന്യായീകരണം അല്ലെങ്കിൽ വിശദീകരണമായിട്ട് ഉണ്ടായിരിക്കുന്നത്. എന്തുതന്നെയാണെങ്കിലും രാഹുൽ വലിയ പ്രതിഷേധം പാലക്കാട് ജില്ലയിൽ അല്ലെങ്കിൽ പാലക്കാട് ഇന്നുണ്ടാകുന്നുണ്ട്. നാളെയും മറ്റന്നാളും ഒക്കെ ഇതേപോലെ തന്നെ സാഹചര്യമായിരിക്കും ഉണ്ടാവുക. CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞത് CPM വിചാരിച്ചു കഴിഞ്ഞാൽ കുതിരാൻ കടക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഞങ്ങൾ ഇപ്പോഴും അതിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ്. ആ തരത്തിൽ ഒരു ഭീഷണി അല്ലെങ്കിൽ ആ തരത്തിലൊരു കാര്യം അത് CPMന്റെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ വരുന്ന ഏത് പരിപാടിയാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഏത് പരിപാടിയാണെങ്കിലും അതിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. BJPക്കാകട്ടെ BJP ശക്തിയുള്ള ചില മേഖലകളാണ് പാലക്കാടുള്ളത്. സ്വാഭാവികമായിട്ട് അവരുടെ ഭാഗത്തും അത്തരത്തിൽ തന്നെയാണ് നിലപാടുള്ളത്. അതുകൊണ്ട് തന്നെ MLA എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് സ്വന്തം മണ്ഡലത്തിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലിവിടെ ഉള്ളത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിനെ ന്യായീകരിക്കാനോ അതിൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് നൽകി അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കാനോ ഇവിടുത്തെ പ്രധാന കോൺഗ്രസ് നേതാക്കളൊന്നും രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. അതാണ് പ്രധാനപ്പെട്ട ഈ അനുമോദി. മറ്റൊരു കാര്യം കൂടി, ഇപ്പൊ VK ശ്രീകണ്ഠന്റെ പ്രതികരണം കേട്ടു. അതിനും അപ്പുറത്തേക്ക് മറ്റ് കോൺഗ്രസ് നേതാക്കൾ പാലക്കാട് ജില്ലയിൽ അവരെങ്ങനെയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്? ഇത്തരത്തിൽ വലിയ പ്രതിഷേധം അവിടെ BJPയും DYFI ഒക്കെ നടത്തുമ്പോൾ എങ്ങനെയാണ് ഈ നേതൃത്വം DCC നേതൃത്വം അതിലൊരു നിലപാടെടുക്കുന്നത്? എന്താണ് ഒരു പരസ്യ പ്രതികരണം തയ്യാറാവുന്നുണ്ടോ അവിടെ? ഇന്നലെ പറഞ്ഞതിൽ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല എന്നാണ് DCC അധ്യക്ഷൻ്റെയൊക്കെ നിലപാടുള്ളത്. ഇക്കാര്യത്തിൽ കൂടുതലൊന്നും പറയാൻ മാധ്യമങ്ങളോടില്ല എന്നാണ് നമ്മൾ രാവിലെ പ്രതികരണം ആരാഞ്ഞപ്പോൾ അവരുടെ ഭാഗത്ത് ലഭിച്ച പ്രതികരണം. അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഷാഫി പറമ്പിലാണ് ഇതിൽ മറുപടി പറയുന്നത്. അദ്ദേഹം എവിടെയാണെന്ന് പോലും അറിയില്ല. ബീഹാറിലാണ്, രാഹുലിൻ്റെ യാത്രയിലാണെന്നാണ് അറിയുന്നത്. പക്ഷേ ഇന്നലെ ഡൽഹിയിലാണെങ്കിൽ അദ്ദേഹം ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. കാരണം ഷാഫി പറമ്പിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട്ടേക്ക് കൊണ്ടുവന്നതും എൻ്റെ പിൻഗാമി എന്ന് പറഞ്ഞ് പാലക്കാട്ടുകാർക്ക് പരിചയപ്പെടുത്തിയതും വോട്ട് തേടിയതും ജയിപ്പിച്ചതും ഒക്കെ ഷാഫി പറമ്പിലാണ്. സ്വാഭാവികമായിട്ടും ഷാഫി പറമ്പിലെ പ്രതികരണമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. പക്ഷേ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ കോൺഗ്രസിനെ എതിരെ വിമർശനം ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആയുധമാക്കി ഉന്നയിക്കുന്നതും. നേരത്തെ അടുത്തിടെ BJPയിൽ നിന്നും കോൺഗ്രസിൻ്റെ ഭാഗമായ സന്ദീപ് വാര്യരാണ് ഫേസ്ബുക്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടത്. പക്ഷേ അതും ഒരു പരസ്യ പ്രസ്താവനയായിട്ട് ഫേസ്ബുക്കിനപ്പുറത്തൊരു പ്രസ്താവനയായിട്ട് വന്നിട്ടില്ല. അതുപോലെ തന്നെ മുതിർന്ന നേതാക്കളൊന്നും തന്നെ ഈ വിഷയത്തിൽ കോൺഗ്രസിൻ്റെ പാലക്കാട് നേതാക്കളൊന്നും തന്നെ ഇതിൽ പ്രതികരിക്കാനും തയ്യാറായില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിനുള്ളിൽ നിന്ന് വിമർശനം വരുമോ എന്ന കാര്യമാണ് വരുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം കോൺഗ്രസിനുള്ളിൽ വലിയ 2 വിഭാഗങ്ങളുണ്ട്. ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിനും എതിരെ വിമർശനം ഉന്നയിക്കുന്ന വിഭാഗങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ പാലക്കാട് കണ്ടതാണ്. അത്തരത്തിൽ ഒരു അവസരം നോക്കി നിൽക്കുന്ന കോൺഗ്രസ്സുകാരുടെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങളും നമുക്ക് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. കാരണം തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ സ്വന്തം മണ്ഡലത്തിൽ ഒരു MLAക്ക് കാലുകുത്താൻ പോലും കഴിയാത്ത ആ സാഹചര്യം ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അടുത്ത തെരഞ്ഞെടുപ്പ് മത്സരിക്കാനാകുമെന്ന് ചോദ്യമേ ഉയരുന്ന സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ കാര്യങ്ങൾ ചർച്ചയാവുകയും ഷാഫി രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും പാലക്കാട്
മറ്റൊരു ഗ്രൂപ്പിലെ പ്രതിനിധി ഇവിടെ വരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അതുകൊണ്ട് തന്നെ അതിനുള്ള നീക്കം മറു ഗ്രൂപ്പുകാരും ആരംഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തുവാൻ. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൽ നിന്ന് നിലവിൽ ഷാഫി പറമ്പിലിന് പ്രസ്താവന, ഷാഫി പറമ്പിലിന് മറുപടി വരാത്തതുവരെ വലിയ ആയുധമായിട്ട് ഇവിടെ പ്രചരിക്കുന്നുണ്ട്. കോൺഗ്രസ്സുകാരും ഇതിനെ പ്രതിരോധിക്കാനും പരസ്യമായി ഇന്ന് രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിവരങ്ങൾ നൽകിയത്. ഒപ്പം ഡാൻ കുര്യൻ, ഡാനി പോൾ, ഒപ്പം നവമി ദിനേശും. ഈ വാർത്തയുടെ വിവരങ്ങളിലേക്കാണ് നമ്മൾ വിശദമായി കടന്നത് സ്പോട്ട് ലൈവിൽ. ആദ്യം നമ്മൾ ഇനി പോകുന്നത് ഒരു മന്ത്രിപുത്രന്റെ